പിന്നെ ഇതിലൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 2 പേരെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ബോണറ്റ് നമ്മൾ പിടിക്കുമ്പോൾ ഇതുണ്ടോ ടാറ്റയുടെ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡീല് അല്ലെങ്കിൽ ഒരു അക്വിസിഷൻ ആയിരുന്നു നമ്മുടെ ടാറ്റ നമ്മുടെ ലാൻഡ് റോവർ അതുപോലെ തന്നെ ജാഗർ ഗ്രൂപ്പിനെ ഇൻഹെറിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാറ്റയിൽ വന്നിട്ടുള്ള പാസഞ്ചർ കാസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോ ഹൈ, ഭയങ്കര അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാറ്റ ഉണ്ടല്ലോ, ടാറ്റയുടെ ഏറ്റവും പുതിയ ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി കണ്ടു കാണും, ഞാൻ ഒരു കുടയൊക്കെ ചൂടിക്കൊണ്ടാണ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കാരണം കൊച്ചിയിൽ നമ്മുടെ ലൈക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചേക്കുവാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഇവൻ്റെ വീഡിയോ നല്ല രീതിയിൽ ചെയ്യണമായിരുന്നു. നമ്മുടെ ടാറ്റ നമുക്കൊരു 1 വീക്കിലേക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഏറ്റവും ലാസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വെയിറ്റ് ചെയ്തിരുന്ന. പക്ഷേ എന്നാ പറയാം, ലാസ്റ്റ് 2 ദിവസമായപ്പോഴത്തേക്കും മഴയായി. പക്ഷേ എന്നാലും സാരമില്ല, നമുക്ക് കുട ചൂടിയാണെങ്കിലും ഇവൻ്റെ ഒരു അടിപൊളി റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് പഴയ ഹാരിയറിനേക്കാളും ഈ പുതിയ റീഡിസൈൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഗ്രില്ലുകൾ ഭയങ്കര രസമാണ്. ലൈക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു EVയുടെ ഒരു ഗ്രില്ല് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൂടെ ദാണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് കടന്നു പോകുന്ന ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. താഴെ ബമ്പറിലാണ് അതിൻ്റെ ലൈറ്റ്സും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ ഞാനിപ്പോൾ DRL ഞാൻ ആ വണ്ടി ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവർ ട്യൂൺ ചെയ്തേക്കുന്ന രീതി തന്നെ നോക്കുകയാണെ. അവൻ ലോക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആനിമേഷൻ തന്നെ എന്ത് വേൾഡ് ക്ലാസ് ആണ്. അപ്പോൾ ഞാനൊന്ന് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ തന്നെ നോക്കി കണ്ടോ. അടിപൊളിയായിട്ട് പ്രോപ്പർലി ലൈക്ക് നല്ല തോട്ട്സ് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡിസൈനിങ് വന്നേക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് വരുമ്പം നോർമലി സാധാരണ 18 ഇഞ്ചല്ലേ കൊടുക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പിൽ വരുന്നതായിട്ട് 19 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. അതും നല്ല സൈഡ് പ്രൊഫൈലുള്ള വീൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് റോഡിൽ കൂടെയും ഇവനെ ലൈക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ടക്ക എന്ന് പറഞ്ഞ് ചാടിച്ച് പോകാൻ പറ്റും. സൈഡ് പ്രൊഫൈൽസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോഴും ഇത് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് റീഡിസൈൻഡ് ആയിട്ടുണ്ട്. ലൈക്ക് ഒരു ഫുള്ളി കംപ്ലീറ്റ് പോകുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബാക്ക് ലൈറ്റ്സ് ടെയിൽ ലാംപ്സ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വണ്ടിക്കൊക്കെ ഈ ഇവിടെ ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു ലൈക്ക് ഒരു എയർ വെൻറ്റ് പോലെ കാണിക്കുമല്ലോ. ഇത് ഡിസൈന് വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ അകത്ത് ശരിക്കും തന്നെ പ്രോപ്പർലി എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും മാസീവായിട്ടുള്ളൊരു വണ്ടിയാണല്ലോ. ഇതിൻ്റെ ബൂട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റ് ഭയങ്കര രാജകീയമാണ്. അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു എയർ വെൻറ്റും കൂടെ നമുക്ക് ഇതിന് പിന്നെ ഈ ഫ്രണ്ടിലും ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക് സീറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഇനിഷ്യലി കിട്ടുന്നൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് വൗ എന്നാണ്. ഓക്കെ, അപ്പം പ്രീമിയം എന്ന് പറഞ്ഞാൽ പോരാ, ലൈക്ക് പ്രോപ്പർ പ്രീമിയം ആയിട്ടാണ് ഇവൻ ഡിസൈൻ ചെയ്തത്. ഞാൻ ആ ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം അതെനിക്ക് കുറച്ച് ഡയലോഗുകളൊക്കെ പറഞ്ഞ് കാണിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ ബാക്കിലിരിക്കുമ്പോഴത്തേക്ക് ഈ കുഷ്യൻസൊക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെന്ന് തോന്നും, അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ടിൽ മാത്രമേ വെന്റിലേഷൻ ഉള്ളൂ, പക്ഷേ ആ രീതിയിൽ തന്നെയാണ്. ഭയങ്കര യാത്രാസുഖമാണ്. നമ്മളങ്ങ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കോംഫി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ ലെഗ് റൂം കണ്ടോ, ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പോലും ആ രീതിയിൽ നല്ല ഗ്രാൻഡായിട്ടുള്ള ലെഗ് റൂം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ AC വെൻറ്റ്സ് നമ്മൾ ഓർക്കും, ഓക്കെ AC വെൻറ്റ്സ് ഇല്ല പിന്നെ എന്താണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെ അല്ല AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവർ പ്രോപ്പറായിട്ട് മറ്റേ ഫ്ലോ ഉള്ള നല്ല വെൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലൈക്ക് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലി അല്ല, കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ ട്രോള് കിട്ടിയതാണ്. ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആണ് കംപ്ലീറ്റ്ലി ബൂട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി അസിസ്റ്റഡ് മാത്രമല്ല, ഇവൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പേസ് ഒന്ന് നോക്കി. ഇത് ഒരു 2 പേരെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് ആ സ്പേസ് ഇതിലൂടെ ഞാൻ എങ്ങനെ കാണിച്ചു തരുന്ന തരത്തിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റ്. ഇത്രയാണ് ഇവൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ലൈക്ക് ഏറ്റവും ബൂട്ട് സ്പേസ് ഉള്ള ഒരു ക്യാബിനാണ്, അല്ലെങ്കിൽ ഒരു ഡിക്കി സ്പേസാണ് എനിക്ക് ഇവനെ കാണാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആണ്. അവൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തോളും. കൈ വെച്ച് നോക്കണം വേണ്ട. ഏതോ ഒരു വണ്ടിക്കകത്ത് കൈ വെച്ചിട്ട് കൈ പോയത് ഞാൻ കണ്ടായിരുന്നു, 100 സ്ഥലം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൈ വെക്കുന്നില്ല. ബാക്ക് സീറ്റ് നമ്മൾ പറഞ്ഞ പോലെ പ്രോപ്പർ പ്രീമിയം ആണ്. ഇനി നമുക്ക് നമ്മുടെ എൻജിൻ ബേയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ
നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് ഞാൻ ഫുള്ള് കഥ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. എഞ്ചിൻ ബേ വിട്ടടാ ബോണറ്റ് നമ്മൾ പിടിക്കുമ്പോൾ ഇതുണ്ടോ ടാറ്റയുടെ പിടിച്ചു ടാറ്റയുടെ ആ ഒരു ഫീല് നമുക്ക് അതിൽ കൃത്യമായിട്ട് തരും. ഇതിന് മിക്കവാറും ഹൈഡ്രോളിക് കൊടുക്കണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ വെക്കേണ്ടി വരുമായിരുന്നിരിക്കും. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ഇതിലേക്ക് നല്ല വെയിറ്റാണ്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നോർമലി പണ്ടത്തെ ഹാരിയറിൻ്റെ അകത്തുണ്ടായിരുന്ന സെയിം എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ 4 സിലിണ്ടർ വരുന്ന 170 bhp പവറും അതുപോലെ തന്നെ 350 Nm ടോക്കും വരുന്ന സെയിം എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് ഹാരിയറിന് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ്. ഒബിയസ്ലി നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കാണ്, മാനുവലും ഉണ്ട്. നമുക്ക് നേരെ ഡ്രൈവിംഗ് സ്പേസിലേക്ക് കയറാം. അടച്ചോടാം. ഇനി ഇതിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയൊരു സാധനം, ഈ കീ ഫോബ് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. യോഗയ്ക്കകത്തും ഇതിൻ്റെ അകത്തും സെയിം കീ ഫോബാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കയറുമ്പോഴാണ് ആ ഹാരിയറിൻ്റെ ഒരു വാവ് ഫാക്ടർ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലാൻഡ് റോവർ, റേഞ്ച് റോവർ ഇൻസ്പിറേഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. എന്തു ഭംഗിയാണ് ഇവൻ്റെ ഇൻറ്റീരിയർ കാണാനെന്ന് നോക്കിയാൽ. നമുക്ക് ജസ്റ്റ് ഇവനൊന്നും കൂടെ ഓണും കൂടെ ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവ് മീൻസ് വാവ്, ആ രീതിയിൽ ക്വാളിറ്റിയിലാണ് ആ ഇൻറ്റീരിയർ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ മഴക്കാലത്താണ് വണ്ടി കിട്ടിയത്. സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വാഷ് ചെയ്യണ്ട, ഇങ്ങനെ തന്നെ റിവ്യൂ ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. കാരണം ദിസ് ഈസ് ഹൗ യു ആർ ഗോണ യൂസ് ദിസ് കാർ. അത്രയ്ക്കും കോൺഫിഡൻസ് ആണ് ഇവൻ തരുന്നത്. നമുക്ക് ഡ്രൈവിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നോർമലി എനിക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളുടെ വീഡിയോ ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഫോർ ഷുവർ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്രീമിയംനെസ്സാണ്. സോ ഗുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ടാറ്റ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തോരം ഫീച്ചേഴ്സ് ആണെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ദ കാർ ഇൻസിസ്റ്റഡ് ടു പ്ലേസ് ദ കാർ അലൈൻ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് അലൈൻഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സീറ്റ് ബെൽറ്റും ഒക്കെ ഇട്ട് കേരളത്തിലല്ലാത്ത ഹൈവേ കൂടെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഈ ഡോർ നമ്മൾ തുറന്നിട്ട് അടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് ഡോറ്. അതാ ഇന്നത്തെ കുപ്പി കിടന്ന് എടുക്കുന്ന. ഇപ്പോൾ ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഈ വണ്ടി ഞാൻ എൻ്റെ ഒരു അങ്കിളിൻ്റെ അടുത്ത് കൊണ്ടുവരണേ. അപ്പോൾ പുള്ളി ബലീനയാണ് യൂസ് ചെയ്യുന്നത്. ബലീനൊക്കെ യൂസ് ചെയ്തിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബലീനോടൊക്കെ ഡോർ അടച്ചിട്ട് ഈ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിലത്തെ വാതിലില്ലേ, ആ വാതിൽ നല്ല തടിയും കൊണ്ടുണ്ടാക്കിയ വാതിലടയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലാണ്. അല്ലെ ഒരു ടേം പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. നല്ല ലൈക്ക് ഭയങ്കര ഡെപ്തുള്ള ഒരു ഡോർ അടയ്ക്കുന്ന ഫീലാണ്. അതേ സെയിം ഫീലാണ് ഇവൻ്റെ ഡോർ അടയ്ക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഫീലിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സിംഗിൾ പ്രസ്, ടാറ്റയുടെ ആനിമേഷൻസും ലോഗോസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിലും അവരൊരു ഡിസ്പ്ലേ പോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡിസ്പ്ലേ എന്നില്ല, ഈ ടാറ്റയുടെ ലോഗോ മാത്രമേ ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ. ബ്രേക്ക് ഔട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം ഭയങ്കര കുറേ സ്വിച്ചസ് ഉണ്ട്, കുറേ ഇതുണ്ട്. അത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു POV ഡ്രൈവ് തരാം. നമ്മൾ വണ്ടി നേരെ എടുത്ത് നോർമൽ മോഡാണ്, സിറ്റി മോഡാണ്, വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു ക്ലോസ്ഡ് സ്പേസ് ആണ്. ബാക്കിൽ വണ്ടിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗിലോട്ട് പിടിക്കുമ്പോൾ, ഈ സ്റ്റിയറിംഗിലേക്ക് നമ്മളിങ്ങനെ കൈ അങ്ങ് കയറി പിടിക്കുമ്പോഴത്തേക്കും, ഇങ്ങനെയല്ല ഡ്രൈവ് ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം പിടിക്കാം. പക്ഷേ എന്നാലും ഞാൻ പഴയൊരു വൈബ് കാണിക്കാൻ വേണ്ടി പിടിച്ചതാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ലാൻഡ് റോവർ അല്ലെങ്കിൽ റേഞ്ച് റോവർ ഡിഫൻഡറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്നൊരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത്രയും സ്റ്റേബിൾ ആയിട്ടുണ്ട് വണ്ടി. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഫീൽ വെൻ വി ഗെറ്റ് ഇൻസൈഡ് ദിസ് കാർ. ആൻഡ് ഓൾസോ ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് പറയുന്ന പോലെ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 23 ലക്ഷം കണ്ടുള്ള എക്സ്ഷോറും. ആ പ്രൈസിന് കിട്ടുന്ന ഏറ്റവും പ്രീമിയം ഇൻറ്റീരിയർ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പ്രീമിയം എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ഭയങ്കര ഒരു ഫീല് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലാണ് ടാറ്റ ഇവനെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇനീഷ്യലി വെഹിക്കിളിൻ്റെ അകത്തേക്ക് കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവൻ്റെ ജസ്റ്റ് ലൈക്ക് ഒരു ആക്സലറേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി മോഡ്സ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് താഴെയും ഇതുപോലെ തന്നെ മുകളിലും ഒക്കെ ഡിസ്പ്ലേ പോലെ തന്നെ ഇവിടെ താഴെ നമുക്കൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇത് ശരിക്കും ഇവൻ്റെ 3 മോഡ്സാണ്. Wet mode is activated. അതായത് ട്രാക്ഷൻ്റെ 3 മോഡ്സുമാണ്. City drive ഇവിടെ mode activated. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പോർട്സ് മോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡൗൺ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ നേരെ സ്പോർട്സ് മോഡിലേക്ക് നമ്മൾ ഇട്ടു. ഡ്രൈവിൽ തന്നെയാണ് കിടക്കുന്നത്. വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. മാനുവൽ പാഡൽ മാറുന്നുമില്ല. ജസ്റ്റ് ബാക്കിൽ വണ്ടിയൊന്നുമില്ല. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഫുള്ള് ആക്സലേഷൻ കൊടുത്തു ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ വണ്ടി
ഫുൾ പെഡലിൽ നമ്മളെ വലിച്ചു പൊക്കോളും. പിന്നെ ഇതിൻ്റെ എൻജിൻ ലൈക്ക് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഫ്രാങ്ക്ലിയിലേക്ക് എന്താണ് വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ലൈക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്യുന്ന പോലല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ലൈക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇവൻ ഇച്ചിരി നോയ്സിയാണ്. അത് ഇവൻ മാത്രമല്ല, നമ്മുടെ ഡീസൽ എഞ്ചിനുകൾ വരുന്ന മിക്കതും ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളിൽ നോയ്സിയാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ ഫ്രണ്ടിൽ ഒരു ആടുണ്ട്, അപ്പോൾ നമുക്ക് ആടിനെ കാണാൻ പറ്റാത്തപ്പോൾ നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ എവിടെയാണ് ആട് നമ്മൾ ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി കഴിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് 360. ഇതിൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറ. നമ്മൾ ബാക്കി വണ്ടിക്കകത്തൊക്കെ ഗിമിക്കി പോലെ കൊടുക്കുന്ന പോലല്ല, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടു കാണുമായിരിക്കുമല്ലോ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളിൽ ലൈക്ക് ഒരു കുറച്ച് എഞ്ചിൻ നോയ്സ് ആയിരിക്കും, ലൈക്ക് ഒരു ഭയങ്കര ടോർക്കായിരിക്കും. എന്നാൽ ലൈക്ക് നമുക്ക് സ്പീഡ് കിട്ടത്തില്ല, ഭയങ്കര വലിഞ്ഞ് നിൽക്കുന്നൊരു ഫീൽ, വലിഞ്ഞ് കയറുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ തേർഡ് ഫോർത്ത് ഗിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടാവും. ഫോർത്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടിക്ക് ആ ഒരു മുമ്പത്തെ അത്രയും ഒരു വലിവിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്പീഡ് കയറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. വളരെ സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി ആ ഒരു സ്പീഡിൽ കയറിക്കോളും തേർഡ് ഫോർത്ത് ഗിയറുകളിൽ. ഇത് ഇവന് മാത്രമല്ല, നമ്മളെ BM ഉണ്ടല്ലോ, നമ്മുടെ 3 സീരീസ്, നമ്മുടെ 3 സീരീസിൽ പോലും ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകൾ കുറച്ചുകൂടെ ഒരു ടോക്കിന് വേണ്ടിയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ SUV-യിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാനൊരു സെഡാൻ പേഴ്സൺ ആയിരുന്നു, പക്ഷേ ഈ ടാറ്റയുടെ ഹാരിയർ ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ലവിങ് SUVs. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ റോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ റോഡ്സൊക്കെ കുറേയൊക്കെ ലൈക്ക് ഹൈവേസൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എന്നാലും റൂറൽ ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ഇറഗുലാരിറ്റീസ് ഉള്ള റോഡുകളാണ്. അപ്പോൾ അങ്ങനത്തെ റോഡ്സിൽ നമുക്ക് കണ്ട് ഒന്നിനെക്കുറിച്ചിട്ടും വറിയാതെ അല്ലെങ്കിൽ ഒന്നും ലൈക്ക് ഇതിൻ്റെ സസ്പെൻഷന് പോവോ അല്ലെങ്കിൽ ഇതിൻ്റെ ബുഷ് പോവോ എന്നുള്ള ഒരു പേടിയില്ലാതെ നമുക്ക് കണ്ട് ഈ ഒരു രീതിയിൽ വണ്ടി സോളിഡായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ലൈക്ക് ഇതൊക്കെ എന്ത് സ്മൂത്തായിട്ടാണ് ഇവൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറായിരുന്നു. ലൈക്ക് നമ്മൾ ചെളിവെള്ളം തെറിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വൈപ്പർ വരുന്നത് ഇതുണ്ട്. അപ്പോൾ ഞാനൊരു തിട്ടാലാണ് കയറിയത്, എന്നാൽ പോലും അവൻ്റെ സസ്പെൻഷൻ എത്ര പ്രോപ്പറായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞ് തേർഡ് ഗിയറിലേക്ക് കയറി കഴിയുമ്പോൾ എഞ്ചിൻ്റെ നോയ്സ് കുറയും, കുറച്ചുകൂടെ നല്ല ഒരു സോളിഡ് പുള്ള് നമുക്ക് താണ്ട് കൃത്യമായിട്ട് ഇവൻ ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ ഇതിൽ നോട്ടീസ് ചെയ്തൊരു കേസ് എന്ന് പറയുന്നത് ഇവൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഗുഡ്. നമ്മൾ 100 കിലോമീറ്റർ അടുത്ത സ്പീഡാണ്, 4 ഡിസ്ക് ബ്രേക്കാണ്. ഒറ്റ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊരു മാസി വെഹിക്കിളാണെങ്കിൽ പോലും, ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, ഇത്രയൊരു മാസി വെഹിക്കിളാണെങ്കിൽ പോലും ലൈക്ക് സോളിഡ് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റോപ്പിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ സ്റ്റിയറിംഗ് വീൽസൊക്കെ കുറച്ച് ലെതറി ഫീലാണ്, നമുക്ക് പിടിക്കാൻ നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ പാഡിൽസ് നോർമലി വരുന്ന പോലെ പ്ലാസ്റ്റിക് അല്ല, നോർമലി ലൈക്ക് അതൊരു മെറ്റൽ ഫീൽ തന്നെ. ഏതാ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല, ലൈക്ക് ഞാൻ വെറുതെ പറഞ്ഞ് ട്രോളാവുണ്ടല്ലോ എന്നോർത്താണ് പറയാത്തത്. ഒരു മെറ്റാലിക് ഫീലാണ് അവന് തരുന്നത്. ഇതാണ് ലൈക്ക് ഇവൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കുമ്പോഴും ഒരു സുഖമുണ്ട് നമുക്ക്. ലൈക്ക് ഒരു SUV ആണ്, നമുക്കൊരു പ്രീമിയം കാർ കൊണ്ടു നടക്കുന്നൊരു ഫീല് കിട്ടും. ലൈക്ക് വി വിൽ സ്റ്റാർട്ട് SUV, സെഡാൻ പേഴ്സൺസ് ആണെങ്കിലും ദേ വിൽ കൈൻഡ് ഓഫ് സ്റ്റാർട്ട് ലവിങ് SUVs എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിയറാണ്, തേർഡിലേക്ക് വീണു, കണ്ടോ? ഈ ഒരു രീതിയിൽ വണ്ടി പുള്ളി ചെയ്ത് കൊണ്ടുപോകും. ബ്രേക്ക് ടെസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്കിതിൻ്റെ പല മോഡ്സ് ഉണ്ട്. ഇതിലൊരു 2-3 മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്, വയർലെസ് ആപ്പിൾ ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ഓട്ടോ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതിൻ്റെ അകത്ത് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ JBLൻ്റെ സ്പീക്കേഴ്സാണ് ഇവന് കൊടുത്തേക്കുന്നത്. ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ഇൻ ഹൗസ് നാവിഗേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. നാവിഗേഷൻ വരും, നമ്മൾ ഡിസ്പ്ലേയിൽ പോലും നാവിഗേഷൻ വരും. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ മാപ്പ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അത് ഭയങ്കര ലൈക്ക് നല്ല രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തത്. ദാറ്റ്സ് നോട്ട് സംതിങ് ബിഗ്, പക്ഷേ നല്ല രീതിയിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പനറോമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു മാസീവ് ഫീൽ തരുന്നൊരു പനറോമിക് സൺറൂഫ് തന്നെയാണ്. ഈ ഗിയർ ലിവർ കണ്ടോ, ഭയങ്കര രസമായിട്ടില്ലേ? ഇതൊരു നല്ലൊരു സ്റ്റൈലിഷ് ഗിയർ ലിവേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ താണ്ട പറഞ്ഞു 360 ഡിഗ്രി ക്യാമറ, അതിൻ്റെ അകത്ത് 3D മോഡൽ നമുക്ക് വേണ്ടി എടുക്കാം. പിന്നെ ഇതിലൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. സഫാരിയാണ്, മറ്റേ ഇതെന്നല്ല എഴുതിയേക്കുന്നത്, സഫാരി എന്നാണ് അവൻ എഴുതിയേക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം ലൈക്ക് സോളിഡ് ഫീൽഡാണ്. പിന്നെ മോഡ്സ് ആണല്ലോ ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഇവിടെ വേണ്ട ഒരു വെറ്റ് മോഡുണ്ട്, അതുപോലെ തന്നെ ഒരു സാൻഡ് മോഡുണ്ട്, റഫ് റോഡ് മോഡുണ്ട്. അതൊരു ട്രാക്ഷനിലുള്ള കൺട്രോളാണ്.
പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് 4x4 ഇവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ടാറ്റ എന്തുകൊണ്ടാണ് സഫാരിക്കും ഹാരിയറിനും കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. പുതിയ കേവ് വരുന്നുണ്ട്, അതിലുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ 4x4 കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും വളരെ റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസീവ്. നമ്മൾ നോർമലി പഴയ ഒരു സാധനമേ അല്ല. ഇറ്റ്സ് ലൈക്ക് സോ ഡാം ചേഞ്ച് എന്ന് നമുക്ക് കൃത്യമായിട്ട് കോൺഫിഡൻ്റ്ലി നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്ത് വേണ്ട അഡാസ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ബ്രേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഡ്രൈവർ അസിസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് കൊലീഷൻ കൺട്രോൾ വരുന്നുണ്ട്. അത് മറ്റേ ലെയിൻ കീപ്പ് ഡിപ്പാച്ചർ വാണിംഗ് ഉണ്ട്. ലെയിൻ അസിസ്റ്റ് ഞാൻ ഫീൽ ചെയ്തില്ല, എനിക്ക് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ലെയിൻ ചേഞ്ച് അലേർട്ടുണ്ട്, കൊലീഷൻ ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട്, പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്നുണ്ട്. വേണ്ട എല്ലാവിധ ഒരു പുതിയ കാറിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ ഇവന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ലൈക്ക് ഒരിടയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടാറ്റയുടെ അത് ലൈക്ക് ഒത്തിരി അധികം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ടും കൂടെയാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നായിരുന്നു. ഇഫ് പോസിബിൾ ലൈക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു ഷോർട്ട്സ് കൂടെ ആഡ് ചെയ്ത് തരാം. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ടാറ്റ ഹാരിയർ ഒരാഴ്ച കൊണ്ടുവന്നപ്പോഴത്തേക്കും ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ലവിങ് SUVs. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ആ രീതിയിലേക്ക് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതുണ്ട് ഇങ്ങനത്തെ റോഡ്സിലൊക്കെ നമ്മൾ ഒന്നും നോക്കണം, നമുക്ക് കണ്ടോ ഈ രീതിയിൽ കൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റും. സോ നമുക്കൊരു കോൺഫിഡൻസ് ഇവനൊന്നും പോകാനില്ല, അല്ലെങ്കിൽ ഇവനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കൃത്യമായിട്ട് ഇവൻ തരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയണ്ടല്ലോ. സോളിഡ് ബിൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പക്ക പെർഫെക്റ്റ് സോളിഡ് ബിൽഡ്.